വലിയ സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മദർ സുപ്പീരിയർ അല്ലെങ്കിൽ നന്ന് ക്യാരക്ടർ ചെയ്യുന്നത്. ചേച്ചിയാണ് വിളിക്കുന്നത് എന്താ മണിച്ചിത്രത്താഴിന്റെ ക്യാരക്ടറാണ്. മണിച്ചിത്രത്താഴിന്റെ രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. മാം ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ? ആഗ്രഹിച്ചിരുന്നു. തീർച്ചയായും. എങ്ങനെ ഉണ്ടാവും? എനിക്ക് സ്റ്റോറിയെ കുറിച്ച് ഇൻട്രസ്റ്റാ. അപ്പൊ ഞാൻ എന്റേതായ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അതിപ്പോ വേണ്ട, അതിനെ കുറിച്ച് പിന്നെ പറയാം. ശ്രീദേവി ആൻഡ് സണ്ണി അല്ലാതെ വിനയ പ്രസാദ് ആൻഡ് മോഹൻലാൽ പുതിയ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങളുടെ ഒരു കെമിസ്ട്രി എൻജോയ് ചെയ്യാനായിട്ട് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നു. ഇന്ന് ഇങ്ങനെ തട്ടിയാൽ പിന്നെ അവിടെ ചോദിക്കാം. ഹായ് ഹലോ, വെൽക്കം ടു ICG. ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ വിത്ത് യു. സോ നമ്മുടെ മലയാളത്തിൽ തഗ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാകാൻ പോവുകയാണ്. ആൻഡ് തഗിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്, നമുക്കൊക്കെ എത്ര വട്ടം സ്ക്രീനിൽ ഈ മുഖം കണ്ടാൽ മതിയാവില്ല. ഇറ്റ്സ് നൺ അതർ ദാൻ വിനയ പ്രസാദ് മാം ആൻഡ് ഓൾസോ സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമാണ് ബാലു ഇസ് ദേർ. ആൻഡ് ഓൾസോ വി ഹാവ് സിസ്റ്റർ മേരി ജോയിനിങ് വിത്ത് us. നമസ്കാരം. നമസ്കാരം മാം, സോ ഗുഡ് ടു സീ യു. നമ്മൾ കണ്ടിട്ട് ഏകദേശം എത്ര, ഒരു വർഷം അടുത്താവാറായി. നമ്മളിതിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു മണിച്ചിത്രത്താഴിന്റെ റീ റിലീസ് ടൈമിൽ. ഇപ്പൊ പുതിയൊരു സിനിമയുടെ റിലീസുമായിട്ട് വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ബാലുവിനോടാണ് അതിന്റെ താങ്ക് യു പറയാനുള്ളത് കേട്ടോ. അപ്പം ഇതിന്റെ പോസ്റ്റർ നമ്മളിപ്പോ കണ്ടു, ടീസർ നമ്മൾ കണ്ടു. ധ്യാൻ ശ്രീനിവാസൻ ഇസ് ദേർ, സിദ്ദിഖ് സർ ഉണ്ട്, സായ് കുമാർ സർ ഉണ്ട്, ബിന്ദു പണിക്കർ മാം ഉണ്ട്. അവരോടൊപ്പം തന്നെ ഒരു മെയിൻ കഥാപാത്രത്തിൽ എത്തുകയാണ് വിനയ മാമും. അപ്പം മാം അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് പറയുമോ? വലിയ സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ മദർ സുപ്പീരിയർ അല്ലെങ്കിൽ നന്ന് ക്യാരക്ടർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ്. ആ വേഷം ഇടുമ്പം അതിലുള്ള ഒരു പൂജ്യഭാവം, പിന്നെ അതിലുള്ള ഒരു സാത്വിക ഭാവം എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ഈ കഥാപാത്രം ആസ്വദിച്ചത്. പിന്നെ നമ്മുടെ സിസ്റ്റർ ലിൻഡ ഉണ്ട്. ഐ ഗോട്ട് ഇൻസ്പയർഡ് ബൈ ഹെർ വൈൽ പെർഫോമിങ്. ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അവരുടെ ആശ്രമത്തിൽ തന്നെയാണ്, അവരുടെ സാന്ത്വനം എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ സിസ്റ്റർ ലിൻഡ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം നടന്ന് അവരൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അവരിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് പിന്നെ പുതിയ ഡയറക്ടർ വിത്ത് ഈസ് അങ്ങനെയാണ് ഇതിൽ പങ്കെടുത്തത്. ഞാൻ ആക്ച്വലി നമ്മുടെ ക്രൂവിന്റെ അടുത്ത് മിങ്കിൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു കേട്ടത് സിസ്റ്റർ ലിൻഡയുടെ ലൈക് റിയൽ ലൈഫ് ക്യാരക്ടറാണ് മാം ചെയ്യുന്നത് എന്ന്. ശരിയാണ്. ഓക്കെ, അപ്പം കുറെ ഒബ്സർവേഷൻസ് നടത്തി എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ചെയ്തത് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? ഒന്ന്, ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ ആ കണ്ണുകളിൽ ഒഴുകി വരുന്ന ആ ഒരു സ്നേഹം കേട്ടോ. പിന്നെ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം, പിന്നെ അവരുടെ കെയർ ടേക്കിംഗ്, പിന്നെ അവരെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉത്സാഹം, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അവർക്ക് ഒരു കൊച്ച് അതിൽ ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എല്ലാവരും ചേർന്ന് ആ കൊച്ചിന് നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശരിക്കും ഒരു കൊച്ചിയിൽ എയിംസിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് ആ കൊച്ചൊന്ന് നന്നായാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥന. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ഒരു പ്രപഞ്ചം വളരെ ചെറുതാണ്. ഇവരൊക്കെ ആലോചിക്കുന്ന പ്രപഞ്ചം വളരെ വലുതാണ്, ഭയങ്കര വലുതാണ്. അത് വൈശാല്യമുള്ള ഒരു ഇതാണ്, വിശാലമായ പ്രപഞ്ചമാണെന്ന് തോന്നിപ്പോയി. ഈ ഒബ്സർവേഷൻസ് ആണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം സിസ്റ്ററിന്റെ വേഷം ഇപ്പൊ സ്ക്രീനില് നമ്മുടെ വിനയമം ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് സിസ്റ്ററിന് തോന്നുന്നത്? എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒറിജിനലിനേലും നല്ല ഒരു ഫേസാണ് വിനയമ്മ ഞങ്ങളുടെ ഡ്രസ് ഇട്ടപ്പോൾ. എന്താ വിളിക്കുന്നത്? വിനയമ്മ. ശരിക്കും ഒത്തിരി സന്തോഷമായിരുന്നു. മണിച്ചിത്രത്താഴ് നമുക്ക് മറക്കാനൊക്കില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് നേരിട്ട് കണ്ടപ്പോ അതും അതുപോലെ തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതെ അതെ. ഓക്കെ, ഞാൻ ആക്ച്വലി ബാലു ലേഡീസ് ഫസ്റ്റ് ആയതുകൊണ്ടാണ് അവിടെ സംസാരിച്ചത് അല്ലേ? കറക്റ്റ് അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വലിയ താങ്ക് യു ആണ്. ഈ ഒരു മുഖം വീണ്ടും നമുക്ക് ബിഗ് സ്ക്രീനിലേക്ക് അത് ഒരു സെന്റർ ക്യാരക്ടറിൽ കൊണ്ടു തന്നതിൽ
അതും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു വേഷപ്പകർച്ചയിൽ. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു വലിയ ഭാഗ്യം അല്ലേ, എപ്പോഴും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം നമ്മൾക്ക് ഇതിനു മുമ്പും കന്യാസ്ത്രീ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടിമാര് ഉണ്ട്, പക്ഷെ ഈ ഒരു മുഖം ഇതിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സാരിയൊക്കെ കൊടുത്ത് നല്ല പൊട്ടൊക്കെ തൊട്ട് ആ ഒരു ഇതിലാണ്. എങ്ങനെയാണ് വിനയ മാം ഈ ഒരു സിസ്റ്റർ ലിൻഡയുടെ ക്യാരക്ടർ നെയിം എന്താ തകില്? റബേക്ക. എങ്ങനെയാണ് അപ്പൊ സിസ്റ്റർ റബേക്കയിലേക്ക് വിനയ മാം എത്തിച്ചേർന്നത്? അതും ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ലിൻഡ സിസ്റ്ററിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സിസ്റ്ററിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നേ ഉള്ളൂ, ഫുള്ളി അതല്ല. പക്ഷെ സിസ്റ്ററായിട്ട് പറഞ്ഞ പോലെ മാം പറഞ്ഞ കോസ്റ്റ്യൂമിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓക്കെ, ഞങ്ങളുടെ സിസ്റ്റർ ആൻഡി ആയി എന്നുള്ളൊരു സിസ്റ്റർ റബേക്ക ആയി. മാമിനെ കാസ്റ്റ് ചെയ്യാൻ സത്യത്തിൽ ആദ്യം ശരിക്കും മാമിനെ ആയിരുന്നില്ല കാസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും മഞ്ജു പിള്ള മാം ആയിരുന്നു വിനയ മാമിന്റെ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. മാമിന് കുറച്ച് ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നോക്കിയത്. പക്ഷെ അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാം വളരെ ചൂസി ആയിട്ടാണ് വിനയ മാം മലയാളത്തിൽ മൂവികൾ ചെയ്യുന്നത്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ മാമിന്റെ മലയാളത്തിൽ ഫിൽമൊക്കെ എടുത്താൽ മലയാളത്തിലെ മൂവീസ് വളരെ കുറച്ചേ ഉള്ളൂ, ഇത്രയും ചൂസിയാണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് മൂവിയാണ്, ഒരു എസ്റ്റാബ്ലിഷ് ഡയറക്ടറോ അങ്ങനെയൊന്നും അല്ല, അപ്പൊ മാം വരുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മാമിനെ കാസ്റ്റ് ചെയ്ത് വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ആ ആളുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഒരു ഡിവൈൻ ഫീൽ തോന്നണം. ശ്രീദേവി അതിനപ്പുറത്തേക്ക് ഞാൻ എവിടെ പോണം. ഞാൻ കോസ്റ്റ്യൂമിൽ വന്നപ്പോ തന്നെ പറഞ്ഞോളൂ, എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് ശരിയാ. പക്ഷെ ഈ ശ്രീദേവി എന്നതിനേക്കാൾ ഈ ദേവിയുടെ റോളാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇന്നും അപ്പുറത്തെ ഇപ്പുറത്തെ ഇരിക്കുന്ന രണ്ടുപേരും പറഞ്ഞത് ശ്രീദേവി ശ്രീദേവി. അത് എന്റെ ഒരു സുഹൃത്ത, എന്റെ ഒരു നല്ല ഒരു ഭാഗ്യമാണ്. അല്ലെ, ഈ വിനയ പ്രസാദ് എന്നുള്ള പേരിന്റെ കൂടെ ഞങ്ങൾ മലയാളികൾ അറ്റാച്ച് ചെയ്ത് തന്ന മറ്റൊരു പേരാണ് ശ്രീദേവി. വേറെ ഒരു പടത്തിന്റെ ഷൂട്ടിന് വേണ്ടി വന്നപ്പോ ആൾക്കാർക്ക് അന്നൊക്കെ മൊബൈലൊന്നും ഇല്ല, ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോ ശ്രീദേവി ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നെയാണ് വിളിക്കുന്നതെന്ന്. അപ്പം മഞ്ജു കൊറിയറാണ് പറഞ്ഞത്, കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് ആ പടത്തിന്റെ ഷൂട്ട് സമയത്താണ്. അപ്പം മഞ്ജു പറഞ്ഞു ചേച്ചിയാണ് വിളിക്കുന്നതെന്ന്. എന്നെയൊന്നതാ മണിച്ചിത്രത്താഴിന്റെ ക്യാരക്ടറാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലേ എന്നൊരു അതിശയം. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാ മലയാളികളും ബാലു നമ്മളൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ മണിച്ചിത്രത്താഴിന്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, സണ്ണിയുടെയും ശ്രീദേവിയുടെയും ഒരു പ്രണയം ഒരു കംപ്ലീറ്റ് ആക്കാണ്ടാണ് നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ മണിച്ചിത്രത്താഴിയുടെ രണ്ടാം ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. മാം ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, തീർച്ചയായും. എങ്ങനെ ഉണ്ടാവും? എനിക്ക് സ്റ്റോറിയെ കുറിച്ച് ഇൻട്രസ്റ്റാ, എങ്ങനെ കൊണ്ടുപോകും. ഇതിലാണെങ്കിൽ ഒരു നാഗവല്ലി ഉണ്ട്, ഇതിലാണെങ്കിൽ ഒരു ചൊവ്വാദോഷമുള്ള ഒരു ഇതുണ്ട്, അതെ, ചെമ്പൈക്കോട്ട് ശ്രീദേവി ഉണ്ട്. എല്ലാവരും ഉള്ളപ്പോൾ പിന്നെ അടുത്തതിൽ എന്തായിരിക്കും ഇഷ്യൂ വേണ്ടേ, എന്തെങ്കിലും ടാക്കിൾ ചെയ്യാനുള്ള ഒരു ഇഷ്യൂ വേണ്ടേ. അപ്പോൾ ഇഷ്യൂ എന്തായിരിക്കും, ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഞാൻ എന്റേതായ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അതിപ്പോ വേണ്ട, അതിനെ കുറിച്ച് പിന്നെ പറയാം. ഇല്ല, ഇപ്പൊ വേണ്ട, അത് പുറത്തായി പോകും. അതിന്റെ സീക്രട്ട് ഒക്കെ പോകും. എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാവർക്കും അതിന്റെ ബാലൻസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ടല്ലേ. സണ്ണിക്കും ശ്രീദേവിക്കും പിന്നെ എന്താണ് നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തഗ്ഗില് അതൊരു നെക്സ്റ്റ് മൂവിയിൽ. ആക്ച്വലി ഞാൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ബാലുവിന്റെ അടുത്ത് പോയി ചോദിക്കായിരുന്നു, ശ്രീദേവി അല്ലല്ലോ വിനയ മാമും മോഹൻലാൽ സാറുമായിട്ട് ലാലേട്ടനും കൂടിയിട്ട് മണിച്ചിത്രത്താഴ് മാത്രമാണോ ചെയ്തിട്ടില്ലേ, അവര് വേറെ ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂലകുശമായിട്ട് ചിന്തിക്കുകയാണ്. ഉണ്ടോ അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ കൺക്ലൂഷനിലെത്തി, ഇല്ല അവർ ആ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ, ഒരൊറ്റ സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സത്യം, ഇമ്പാക്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇമ്പാക്ട് അതെന്താ പിന്നീട് സിനിമകളൊന്നും സംഭവിക്കാൻ ഞാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ചിലപ്പോ അവർക്കും തോന്നി കാണും ഇവരെ ശ്രീദേവി ആയിട്ട് മാത്രമേ കണ്ടാ മതി. ശോഭനമേവും ലാലേട്ടനും അവരുടെ പേരറിയാലോ, അവർ രണ്ടുപേരും ഉള്ള സിനിമയില് ആ കെമിസ്ട്രിയേക്കാൾ കൂടുതൽ നോക്കാൻ മറ്റൊരു കെമിസ്ട്രി എന്ന് പറയുന്നത് ആ ഒറ്റ സിനിമയിലേ ഉള്ളൂ. അത് മണിച്ചിത്രത്താഴാണ് ശ്രീദേവിയാണ്. അതില് വേറെ സംഭവം എന്താണെന്നറിയോ,
റൊമാൻറ്റിക് സീൻസ് ഇല്ല അല്ലേ? അതെ. റൊമാൻറ്റിക് സീൻസ് ഇല്ല, അങ്ങനെ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഇല്ല. ഇതൊന്നും ഇല്ലാണ്ട് നിങ്ങളുടെ ഒരു ടോം ആൻഡ് ജെറി ഇതിൽ കൂടെ റൂമിൽ പൂട്ടിയിടുന്ന ഫൈറ്റിൽ കൂടെ ഒക്കെ സട്ടിലായിട്ട് നമ്മുടെ മനസ്സിലെ 2 ക്യാരക്ടേഴ്സ് രജിസ്റ്റർ ആയി എന്നുള്ളതാണ്. അപ്പം എന്തായിരിക്കും അതിന്റെ ഒരു മാജിക്? മാജിക് സ്ക്രീൻ പ്ലേയുടെ മാജിക് ആണ്. അങ്ങനെയാണ് ഞാനിപ്പോ തഗ് പ്രതീക്ഷിക്കുന്നത്. തകില് സത്യം അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ക്രീൻ പ്ലേയുടെ എന്തോ ഒരു ഇതുണ്ട് അതില്. മണിച്ചിത്രത്താഴിന്റെ സ്ക്രീൻ പ്ലേ അതുപോലെ അല്ലാതിരുന്നെങ്കിൽ ചിലപ്പോ ഇമ്പാക്ട് കുറഞ്ഞു പോയിരുന്നെങ്കിൽ. അത് സ്ക്രീൻ പ്ലേയുടെ ഇമ്പാക്റ്റ് ആണ്. ആക്ടേഴ്സോ അല്ലെങ്കിൽ എന്താ ക്യാമറ വർക്കോ അത് മാത്രമല്ല, സംഭവങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീൻ പ്ലേ, ആ സ്ക്രീൻ പ്ലേ മാത്രമാണ് അവിടെ കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു, ക്യാരക്ടേഴ്സ് ആയിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തു. വേറെ ലാംഗ്വേജിലേക്കൊക്കെ പോയിട്ട് നമുക്ക് ഒറിജിനൽ കാണുമ്പോഴാണല്ലോ ഇമ്പാക്ട്. അതെ, തമിഴിലുണ്ടല്ലേ? ഉണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്. ആക്ച്വലി ഓരോ തവണ മണിച്ചിത്രത്താഴ് കാണുമ്പോഴും വി ഹാവ് സംതിങ് ന്യൂ ടു ഡിസ്കവർ. അതിൻ്റെ അത് ഓരോ തവണ അത് കാണുമ്പോഴും ഓ ഇത് ഇങ്ങനെയായിരുന്നല്ലേ, ഇത് ഇങ്ങനെ, അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും തീർച്ചയായും. പിന്നെ അങ്ങനെ ഒരു ക്രിറ്റിസിസത്തിലേക്ക് കയറുമ്പം ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. മാം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചോദ്യം എന്തായിരുന്നു? ശരിക്കും ചൊവ്വാദോഷം ഉണ്ടായിരുന്നു. ശ്രീദേവിക്ക് പിന്നെ സണ്ണി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയില് ചൊവ്വാദോഷം ഉണ്ടാവില്ല. ഇപ്പം എന്തായാലും ശോഭന ആൻഡ് മോഹൻലാൽ കോംബോ ഒക്കെ വീണ്ടും സ്ക്രീനിലേക്ക് തുടരും എന്ന സിനിമയിലൂടെ വന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശ്രീദേവി ആൻഡ് സണ്ണി അല്ലാതെ വിനയ പ്രസാദ് ആൻഡ് മോഹൻലാൽ പുതിയ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു അവസരം കൂടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? മാം അത് ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അങ്ങനെ ഒരു സ്റ്റോറി ഇറങ്ങുമോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും, എന്നെ വിളിച്ചാൽ ഞാനുണ്ടാവും. ഇത് കാണുന്ന ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബാലു, പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് നമ്മൾ പറയാണ്. എനിവേ, കമ്മിങ് ബാക്ക് ടു തഗ്. അപ്പം സിസ്റ്റർ റബേക്ക അല്ലെ, സിസ്റ്റർ റബേക്ക ആയിട്ട് വരികയാണ്. ബാലുവിന് ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫാസിൽ സാറിനെ പോലെയൊക്കെ ഒരുപാട് പ്രോമിനന്റ് ഡയറക്ടേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ള മുഖമാണ്, ആക്ഷൻ ആൻഡ് കട്ട് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. എന്തായിരുന്നു ബാലുവിന്റെ ഫീലിംഗ് ബീങ് ദ ഡെബ്യൂ ഡയറക്ടർ? സത്യം പറയണോ കള്ളം പറയണോ? ഒന്ന് കള്ളം പറഞ്ഞു നോക്ക്, അപ്പൊ അവർക്ക് അറിയാമല്ലോ എന്താണ്. ഞാൻ വളരെ ഈസി ആയിട്ടാണ് നിന്നത്, എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. വിനയ വരും അഭിനയിക്കും പോകും, അത്രയല്ലേ ഉള്ളൂ, നമുക്ക് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളത്. ഞാൻ ലിറ്ററലി വിറക്കുകയായിരുന്നു. അതായത് ഞാൻ വിനയ മാമിന്റെ അടുത്ത് ഫോണിലൂടെയാണ് സ്റ്റോറി പറയുന്നത്. ഞാൻ പറഞ്ഞു ചെറിയ നക്ഷലിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മീനാക്ഷി പറഞ്ഞ തന്നെ കാര്യം, ഫാസിൽ സാറൊക്കെ ഡയറക്ട് ചെയ്താണ്. പെരുന്തച്ഛൻ തൊട്ട് മലയാളത്തില് ഉള്ളതാണ്. പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പലരും മിസ് ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ട്. മൂക്കില രാജ്യത്ത് അതിലൊരു ക്യാരക്ടർ എപ്പോഴും ചവച്ചോണ്ടിരിക്കുന്ന ഇന്ന് ഇങ്ങനെ തട്ടിയാൽ പിന്നെ അവിടെ ചോദിക്കാം. അങ്ങനെ ഇത്രയും വേഴ്സറ്റൈൽ. ഇപ്പൊ എക്സ്ട്രാ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ മാമിനെ ചലഞ്ച് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം കൊടുത്താൽ മാത്രമേ മാം വരുള്ളൂ എന്ന് എനിക്കറിയാം. സിസ്റ്റർ റബേക്ക പറഞ്ഞപ്പോ മാം ഓക്കെ പറഞ്ഞപ്പോ തന്നെ ഓക്കെ, അപ്പൊ എന്തോ ഉണ്ട് എന്നുള്ളത് തന്നെ. ഞാൻ വന്നു, മാം ആദ്യം ഞാൻ മാമിനോട് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഓക്കെ കൂളായി. മാം നമ്മളെ അത്രയും കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഷൂട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണ്, വളരെ ഈസി ആയിരുന്നു. കാരണം മാമിനോട് ഒരു വട്ടം പറഞ്ഞ കാര്യം, സിറ്റുവേഷൻ ഇതാണ് മാം, ഡയലോഗ്സ് ഇതാന്ന് പറഞ്ഞാൽ പിന്നെ പ്രോംപ്റ്റ് പോലും വേണ്ട. എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു മാമിന്റെ മലയാളം എങ്ങനെ. പക്ഷെ എന്നെക്കാളും നന്നായിട്ട്, എന്നെക്കാളും നന്നല്ല, എല്ലാരെക്കാളും മലയാളം നന്നായി പറയുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, വിനയ മാമിന് 7 ലാംഗ്വേജസ് അറിയാം. ആൻഡ് മാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, മാം
വർക്ക് ചെയ്യണ ഒരു കന്നഡ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു തമിഴ് പ്രോജക്റ്റ് റിയാലിറ്റി ഷോസ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഷോയിൽ എൻറ്റയർലി ആ ലാംഗ്വേജ് മാം സംസാരിക്കുള്ളൂ. നമ്മുടെ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ മലയാളം മാത്രമേ മാം സംസാരിക്കുള്ളൂ. റോമിംഗിൽ ഇടുന്ന പോലെ എങ്ങനെ 7 ലാംഗ്വേജസ് പഠിച്ചത്? അയ്യോ, അങ്ങനെ 10-15 ലാംഗ്വേജസ് ഒക്കെ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എൻ്റെ 7 ലാംഗ്വേജ് ഒരു നിസ്സാര കാര്യമാണ്. എനിക്ക് ആകെ അറിയാവുന്ന 2 ലാംഗ്വേജ് കഷ്ടപ്പെട്ട് എനിക്ക് അറിയത്തുള്ളൂ. അതല്ല, എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമാണ്. പിന്നെ മലയാളം ഒരു മ്യൂസിക്കൽ ലാംഗ്വേജാണ്, കംപ്ലീറ്റ് ലാംഗ്വേജ് ആണ്, മുഴുവൻ ലാംഗ്വേജ് ആണ്. ഒരു മുഴുവൻ മാങ്ങ കഴിച്ച പോലെ എന്തൊരു സ്വാദമാണ്. മാംഗോ ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. മലയാളത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. മാമ്പഴം. ആ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ അല്ലേ. മാമിനെ മലയാളം പഠിപ്പിച്ചത് ആരാണെന്ന് അറിയോ? എനിക്കറിയാം, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാ ബാലു പറയൂ. എംടി സർ ആദ്യം സിനിമയ്ക്ക് നെടുമുടി സർ, തിലകൻ സർ, അതെ, പെരുന്തച്ഛന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഗുരുക്കന്മാർ അവരാകുമ്പോൾ അല്ല, അത്രയ്ക്ക് ഇഷ്ടം തോന്നിപ്പോയി ആ ഭാഷയോട്, അത്രയ്ക്ക് ഇഷ്ടം തോന്നിപ്പോയി. അവരൊക്കെ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ ഒരു എന്തൊരു ഭാഗ്യമാണെന്നാണ് ഞാൻ ആലോചിച്ച് പോയത്. അപ്പോൾ ഈ തഗ്ഗിന ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോൾ അത്ര വലിയ ക്യാരക്ടർ എന്ന് പറയാൻ സെൻട്രൽ ക്യാരക്ടറോ അങ്ങനെ ഒന്നും അല്ല. പക്ഷേ ഉള്ള സ്ഥലത്തിലെല്ലാം ഇമ്പാക്റ്റ്ഫുള്ളാണ്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണ് ക്യാരക്ടറിന് ഉള്ളത്. അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ സിദ്ദിഖ് സാറായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടോ? പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് മൂക്കില്ല രാജ്യത്തിലും ഉണ്ട്. പക്ഷെ രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടർ എന്തൊക്കെയാ? ഇതിൽ സിദ്ദിഖ് സാർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആണ്. അതെ, ഇതിൽ എനിക്കും പിന്നെ സിദ്ദിഖ് സാറിന് ഒരു കോമ്പിനേഷനും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ അവരെ ഈ ഷൂട്ടിങ്ങിൽ വെച്ച് കണ്ടിട്ടേ ഇല്ല. മാം, ഇപ്പൊ മൂക്കില്ല രാജ്യത്ത് നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത്രയും ഫൺ ആൻഡ് എക്സിബറന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ജഗതി ചേട്ടനുണ്ട്, സിദ്ദിഖ് സാർ ഉണ്ട്, മുകേഷ് ചേട്ടനുണ്ട്, ജഗദീഷ് ശ്രീകുമാർ, എല്ലാവരും ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി. എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാകും പറയാൻ. അവിടുത്തെ ഓരോ സീനും ഒരു കഥയായിരുന്നു, ഓരോ സീനും. പിന്നെ റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു മോണിറ്ററൊക്കെ ചെയ്തിട്ട് അന്ന് കൂടുതൽ കട്ട് ഷോട്ട്സ് ഒന്നും എടുക്കില്ലായിരുന്നു. ഒരു ലെന്തി ഷോട്ടാണ് ആദ്യം എടുക്കുന്നത്. എന്നിട്ടാണ് അതിൻ്റെ കട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കട്ട്സ് എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോമഡി പോകുന്നതാണ്. ഒരു ട്രോളി അല്ലെങ്കിൽ ഒരു ചെറിയ ക്രെയിന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഷോട്ട്സ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേക്ക് പോകാമോ, ഒന്ന് ചെയ്ത് നോക്കാം. ഇവർ ഇതൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ചിരി, അയ്യോ എന്തോരു ചിരി. അപ്പോൾ ഞാൻ കുറച്ചൊന്നും ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. എന്നിട്ട് ഇത് അന്നത്തെ കാലം ഡിജിറ്റൽ കാലമല്ല. രണ്ടാമത്തെ ഷോട്ട് എടുക്കണമെങ്കിൽ അത് കോസ്റ്റാണ്, അത് ഓർക്കണമല്ലോ. അപ്പോൾ എക്കോണമി ആയിട്ടാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. അതിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവണമായിരുന്നു. അങ്ങനെയാണ് ഓരോ സീനും ഓരോ കഥയായിരുന്നു. പിന്നെ ഓരോ സംഭവവും പൊട്ടിച്ചിരിക്കുന്ന സംഭവമായിരുന്നു. അങ്ങനെയാണ്, 1-2 എന്നല്ല. പിന്നെ അവരൊക്കെ ഈ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനൊക്കെ കാണുമ്പോൾ തന്നെ ചിരിയാണ്. പിന്നെ ഒരു ഇതിൽ തന്നെ കോമഡി ഉണ്ടായിരുന്നു, ഭയങ്കര കോമഡിയാ. അതും അതിലുള്ള ക്യാരക്ടേഴ്സ് അല്ലേ, ഒരു ചെറിയ പിരി എല്ലാവർക്കും പോയിട്ടുണ്ട്. ചെറിയ പിരി അല്ല, ഇത്തിരി വലിയ പിരി. പിന്നെ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഈ കുട്ടി. അതെ. എന്തായാലും ഇപ്പം ഇതിനകത്തൊരു നന്നായിട്ടാണല്ലോ. ഇപ്പം നമ്മൾ ആ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ വേഷമിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷെ എപ്പോഴും വിനയ മാമിനെ കാണുമ്പോൾ ഇതേപോലെ ട്രഡീഷണൽ വേഷം അണിഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മാമിന് പേഴ്സണലി എന്ത് വേഷം ഇടുന്നതാണ് എപ്പോഴും ഇഷ്ടം? അങ്ങനെയല്ല, ഒരു കഥാപാത്രത്തിന് എന്താണ് ആവശ്യം അത് ആ ഡ്രസ്സ് ഞാനിടും. ഓക്കെ, പേഴ്സണലായിട്ട് ചോദിച്ചാൽ എൻ്റെ ചെറിയ ഇതിൽ എനിക്ക് ഒരു ചുരിദാർ പോലത്തെ ഒരു എന്താ പറയുക, ഒരു സൽവാർ കമീസ് ചുരിദാർ പോലത്തെ സാധനമാണ് എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ കുർത്താസ് ആൻഡ് പാൻസ്, അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള. ഈ സൽവാർ കുർത്ത ആ ഇതിൽ കാണുമ്പോൾ പിന്നെയും ഞാൻ അങ്ങനെ ആദ്യം കാണുന്നത്.
പക്ഷെ നന്നിന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ഇച്ചിരി ഏജ് തോന്നിക്കുമെങ്കിലും ഇപ്പൊ കാണുന്ന ഈ ഗ്രേസ് അപ്പോഴും ഫേസിൽ ഉണ്ടാവും. She looks like a very young nun actually. No, really, I think your vision is very, very young. നിങ്ങളുടെ ദൃഷ്ടിയാണ് കൂടുതൽ യങ് ആയിരിക്കും, ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ട് കണ്ടു വെക്കുകയാണ്. അല്ലല്ല, ഇതിന്റെ പുറകെ നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞത് ലക്ക് കൊണ്ടോ അതൊന്നും അല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യും പിന്നെ മാം. അതുണ്ട് അല്ലേ? ഇന്ന് ചെയ്തോ? ഇന്ന് ചെയ്തു. ഇത്രയും ബിസി സ്കെഡ്യൂൾ പറയട്ടെ എങ്ങനെയാണ് ചെയ്തതെന്ന്. രാവിലെ ഞാൻ കൊച്ചി എത്തി, എന്നിട്ട് എനിക്ക് റെഡി ആവാനായിട്ട് 1.5 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 45 മിനിറ്റ്സ് മതി റെഡി ആവാൻ, എനിക്കറിയാം അത്. ആ മറ്റേ 45 മിനിറ്റ്സ് എൻ്റെ മുറിയിൽ വെച്ച്, എനിക്ക് തന്ന മുറിയിൽ വെച്ച് ഞാൻ സ്ട്രെച്ചസ് ചെയ്തു, എന്നിട്ട് സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്തു. ഇങ്ങനെയാണ് ചെറുതാക്കി എക്സസൈസ്, ചെറുതാക്കി. വാക്കിംഗ് ഇല്ല, യോഗ ഇല്ല, പക്ഷെ സ്ട്രെച്ചസ് ചെയ്തു, പിന്നെ പ്രാണായാമം ചെയ്തു. അല്പം ജലദോഷം വന്നിരിക്കുകയാണ്, ഇന്നലെ മഴയത്ത് ഷൂട്ടുള്ളത് കൊണ്ട്. അങ്ങനെയാണ് എന്നും. അതല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ആ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ ചിന്തയിലൂടെ നിങ്ങൾക്ക് കുറച്ച് അല്പം ഉറക്കമൊക്കെ വേണം. അതൊരു കാര്യം ഞാൻ പറയണം. അന്ന് എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന ദിവസം, തഗ്ഗിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന ദിവസം ബാലു മുഴുവൻ ദിവസം ഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാനൊന്ന് റെഡിയായിട്ട് വരട്ടെ, എൻ്റെ ക്യാരക്ടറിലൊന്ന് റെഡിയായിട്ട് വരട്ടെ, എന്നിട്ട് പോയി. എന്നിട്ട് ഏതോ ഒരു 10-15 പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത പോലെ ആ ഈസിലാണ് പോയത്. പിന്നെ ഇതൊക്കെ ചെയ്തു, മേക്കപ്പൊക്കെ ചെയ്തു, ഒക്കെ ശരിയായിട്ടുണ്ടോ എന്നൊന്ന് സെൽഫിയൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് പെട്ടെന്ന് വന്നു ഷോട്ടിൽ കയറി നിന്നു. എന്നിട്ട് നമുക്ക് ഒരു എന്താ പറയുക, ഒരു പറകായ പ്രവേശം എന്ന് പറയില്ലേ, അതുപോലെ he transformed himself to the character's role from a director. സത്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ട്രോൾ ആയാൽ ആയിക്കോട്ടെ, നല്ലതാ. അതേപോലെ രാവിലെ തൊട്ട് നൈറ്റ് വരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ചിരിച്ചോണ്ട് നടന്ന ഈ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും കൂട്ടുനിന്നു. ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, ഞാൻ ഇതുവരെ ഒരു സിസ്റ്ററിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല, ഞാൻ എന്തായിരിക്കും ചോദിക്കുക. ഇപ്പൊ പറയാം, താങ്ക് യു. അപ്പം സിസ്റ്ററിന് എപ്പോഴും പൊതുവെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു ലൈഫ് കംപ്ലീറ്റ്ലി സ്പിരിച്വാലിറ്റി ആണല്ലോ, ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിന്റെ ഒപ്പം ഉള്ള ഒരു ജീവിതമാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ഇതാണ്. ഇവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ഒരു ലോകം പോലെയായിരുന്നു. അല്ല, ശരിക്കും ബാലു അവിടുത്തെ മെയിൻ ആളാണ്. കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ബാലുവായിട്ട്. പിന്നെ എനിക്ക് മോനെ പോലെയാണ്, മോനാണ് ശരിക്കും. ആന്റി എന്ന് അവൻ എന്നെ വിളിക്കണം. പിന്നെ മാമിനെ എല്ലാം കണ്ട് ഞങ്ങള് ശരിക്കും ഒരു വീടിന്റെ ഒരു അല്ലേ, അതുപോലെ അല്ലേ ഫീൽ ചെയ്ത്. ഒരു 2 ദിവസമാണേലും നമുക്ക് അത്രയും ഒരു ഫീൽ ആയിരുന്നു ശരിക്കും. ഒന്ന് ഓർക്കണം, കുട്ടികളെന്ന് ലിൻഡ മാഡം പറയുമ്പം ഇച്ചിരി മെൻ്റലി ചാലഞ്ച്ഡ് കുട്ടികളാണ്. അവരുടെ അടുത്ത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുമുണ്ട്, കുറച്ച് മൂത്തവരും ഉണ്ട്. അവരുടെ ഒപ്പമാണ് ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്ട്രെങ്ത്തിൽ കുറച്ചും കൂടി ഞാനും അതിൽ കുറച്ചും കൂടി എടുത്തു ആ ഷൂട്ടിങ്ങിൽ. അത് സ്ക്രീനിൽ കാണാനും പറ്റും. ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനയ മാം കുറച്ചു നേരം അസിസ്റ്റന്റായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ഷോട്ട് എടുക്കാൻ നേരത്തിലും ഞാൻ അത്ര നേരം കണ്ടോണ്ടിരുന്ന വിനയ മാം, ഞാൻ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞതിന് അപ്പുറം വിനയ മാം പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറി ആള്. പിന്നെ സിസ്റ്റർ ആന്റിയാണ് ഞാൻ കണ്ടത്. സിസ്റ്റർ ആന്റി അല്ലേ? ഞാൻ സിസ്റ്റർ ആന്റി എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റർ ആന്റിയെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. ബാലുവിന് ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവരുടെ ഒക്കെ ഒപ്പം ഒരു ക്യാരക്ടർ ചെയ്യുവാണ് ആദ്യ സിനിമയില്, ഞാൻ അഭിനയിക്കുമ്പോ ശരിയാകുമോ എന്നൊക്കെ ഉള്ളത്.
ടെൻഷൻ ഉണ്ടായിരുന്നു. ആ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സമയം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത് തീർത്തത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ധൃതി വെപ്രാളമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഡയറക്ഷനിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇതെപ്പോഴും നടന്നുപോയി. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഫസ്റ്റ് കട്ടൊക്കെ കാണുന്ന സമയത്താണ് അയ്യോ ഇതിങ്ങനൊക്കെ ചെയ്തായിരുന്നല്ലേ, കുഴപ്പമില്ല. എങ്ങനെയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ കുറച്ച് ഉറക്കം വേണം. വേണം. ഇത് ഞാൻ മാത്രമല്ല, ഇപ്പൊ എന്റെ നമ്മുടെ മൂവിയിലെ കുറച്ച് ഫ്രഷ് ഫേസസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സീനിയർ കാസ്റ്റ് വന്നിരിക്കുന്ന അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസിലേക്ക് മാത്രമാണ്. സക്കറിയ പൗലോസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുതുതായിട്ട് ഇതിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ദേവ് ജോർജ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും 2-3 ആർട്ടിസ്റ്റുകൾ. ഇവരാണ് പ്രധാനമായിട്ട് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഈ സിനിമയിൽ ഹീറോ ഹീറോയിൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. സ്റ്റോറി തന്നെയാണ് ഹീറോ. സ്റ്റോറി പോകുന്ന വഴി ആരാണോ സ്റ്റോറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ആളാണ് ആ സമയത്തെ ലീഡ് ക്യാരക്ടർ. അതാണ് ബാലു. അയ്യോ ആവാം ചിലപ്പോ. എൻഡിൽ എന്തായാലും അല്ലെങ്കിൽ ഒരു പോർഷനിൽ എത്തുമ്പോ ആ സ്റ്റോറിയെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന മെയിൻ എലമെന്റ് ആണ് എന്റെ അടുത്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ള ആർട്ടിസ്റ്റുകളും മാമിനോടൊപ്പം പെർഫോം ചെയ്തതും അത്രയും എന്താ പറയാ കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പുതിയ ഫേസ് ആയിട്ട് വരുന്ന എല്ലാവരും മാമുമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ബാക്കി കുറെ ആർട്ടിസ്റ്റുകളായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിനയ മാമിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഒരാളോട് പെർഫോം ചെയ്യുന്ന ഒരു ഫീലാണ്. ധ്യാൻ ചേട്ടന്റെ റോളിനെ പറ്റിയിട്ട് പറയും. ധ്യാൻ ചേട്ടനാണോ ദ ഹീറോ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതോ വില്ലനാണോ? അതെനിക്ക് ഇപ്പൊ തൽക്കാലം പറയാൻ പറ്റില്ല. ധ്യാന്റെ ക്യാരക്ടറാണ് കീ ക്യാരക്ടർ. അത് ഞാൻ പറഞ്ഞു, ലീഡെന്ന് ഞാൻ പറയുന്നില്ല, ആ വാക്ക് ഞാൻ ആ ടേം യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിലെ കീ ക്യാരക്ടർ എന്ന് പറയുന്നത് ധ്യാൻ ചേട്ടനാണ്. ധ്യാൻ ചേട്ടന് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഒരു ഇത്രയും ഇതിൽ നിൽക്കുന്ന ഇത്രയും സെറ്റിൽ നിന്ന് സെറ്റിലോട്ട് ഓടിക്കുന്ന ആളാണെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു എൽഡർ ബ്രദർ വന്നിരിക്കുന്നത് എടാ വാ എന്ന് പറഞ്ഞിട്ട് വരുന്ന അത്രയും എളുപ്പം കംഫർട്ടബിൾ ആയിരുന്നു ധ്യാൻ ചേട്ടനോട് വർക്ക് ചെയ്യാൻ. ധ്യാൻ ചേട്ടൻ മാമിന്റെ കാര്യമൊക്കെ എടുത്തെടുത്ത് എന്നോട് ചോദിക്കുന്നു വിനയമുണ്ടോ അപ്പൊ ബാക്കി എത്ര ആർട്ടിസ്റ്റിനാരും പറയുമ്പോഴും വിനയ മാം ചൂസ് ചെയ്തതുകൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. ധ്യാന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഇതാണ് ഇത്രയും അതാണോ നിങ്ങൾ ധ്യാൻ ചേട്ടന്റെ പ്രൊമോഷൻ കൊണ്ടുവരുന്നത്? അതും ഒരു കാരണമാണ്. ധ്യാൻ ചേട്ടൻ അറിയാമല്ലോ, ധ്യാൻ ചേട്ടൻ സംസാരിച്ച് പോയി തുടങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ ധ്യാൻ ചേട്ടൻ പറയും, സ്റ്റോറി പറയും അല്ലേ? കൂടെ അഭിനയിച്ചിരുന്നു ധ്യാൻ ചേട്ടന്റെ? ഇതുവരെ അതൊരു വലിയ നഷ്ടമാണ്. അടുത്ത സിനിമയിൽ അഭിനയിക്കണം. ഞങ്ങളുടെയൊക്കെ താരമാണ്. പിന്നെ ഞങ്ങളൊരു ഇന്റർവ്യൂല് വന്നിരുന്ന ഞങ്ങൾക്ക് പിന്നെ ചിരിക്കാനേ നേരമുള്ളൂ. മാം കണ്ടിട്ടുണ്ടോ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ്? ഇല്ല, കണ്ടിട്ടില്ല. അതൊരു വലിയ നഷ്ടമാണ്. എപ്പോഴെങ്കിലും ഒന്ന് മൂഡ് ഡൗൺ ആയിരിക്കുമ്പോ ചുമ്മാ യൂട്യൂബിൽ പോയിട്ട് ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂ എന്ന് അടിച്ചു കൊടുത്തു. വേണമെങ്കിൽ വിത്ത് മീനാക്ഷിനും കൂടെ അടിച്ചു കൊടുത്തു. ശരി, ഒരു മൂഡിന്റെ കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അങ്ങനെ മൂഡ് ഔട്ട് ആവുന്ന സംഭവമില്ല. വേണമെങ്കിൽ വർക്ക് കൂടി പോയിട്ട് ടയേർഡ് ആവാം, പക്ഷെ നോ മൂഡ് ഔട്ട്. ആണല്ലേ? അപ്പൊ ഇവരെ വെച്ച് ഒന്നും കൂടെ കോമ്പിനേഷൻ സീനുകളുള്ള ഒരു സിനിമ ഞാൻ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ച എല്ലാവരിലും ധ്യാൻ ചേട്ടനെ. ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം. ധ്യാൻ ചേട്ടനെ അറിയാമല്ലോ, അതുകൊണ്ടാണ്. അതിന്റെ സീക്രട്ട് ഒന്നും നമുക്ക് പറഞ്ഞു തരുമോ? മൂഡ് ഔട്ട് ആവാത്ത ഇതിന് ഞാനൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളാണ്. ഓൺലി കരിയർ റിലേറ്റഡ്, വേറെ ഒന്നും എന്നെ ബാധിക്കാറില്ല. അതല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു കംഫർട്ട് സോൺ ആയിരിക്കാം. ഈ മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് മുങ്ങിയിരിക്കുന്നത് അത് നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കാം, അത് നിങ്ങളുടെ എന്താ പറയുക ഔട്ട് ബർസ്റ്റ് ആയിരിക്കാം. അത് നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാം അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ളത്. എനിക്കത് കംഫർട്ട് സോൺ അല്ല. എനിക്ക് എപ്പോഴും എന്താ ഉണ്ടായത്, ഇഷ്യൂ എന്താണ്, സൊല്യൂഷൻ എന്താണ്, ഈ രണ്ടിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. സൊല്യൂഷൻ ഇല്ലാത്ത ഇഷ്യൂ ആണെങ്കിലോ അത് എൻ്റെ അല്ല. എത്ര എൻ്റെ അടുത്തുണ്ടെങ്കിലും അത് എൻ്റെ അല്ല, വിട്ടേക്ക്. നമുക്ക് സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തിനാ ചിന്തിക്കേണ്ടത്? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ ചിന്തിക്കാൻ പറ്റുമോ? അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും ഫലമുണ്ടോ? നമുക്ക് ഇതിന് ചിന്തിച്ച് കളയാൻ സമയമുണ്ട്. നല്ല കാര്യത്തിനും ഞാൻ ഉപയോഗിക്കും. എനിക്ക് വായന ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ വായിക്കും കുറേ കന്നഡ, പിന്നെ ഇംഗ്ലീഷ്, എന്താ പറയുക എഡിറ്റോറിയൽസ്, പിന്നെ പൊളിറ്റിക്കൽ ടസൽസ്, പിന്നെ എന്താ പറയുക നോവൽസ്, ഇതൊക്കെ ഞാൻ വായിക്കുന്നു. മലയാളം ചെറിയ ചെറിയ കഥകൾ
ചെറിയ വായിക്കും. ഓക്കെ, അതൊക്കെ ചെറിയ അങ്ങനെ. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ എനിക്ക് ഇത് വായിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത്രയും ഒന്നും ആക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഇന്റർവ്യൂ ഇവരുടെ ഒന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല, കണ്ടിട്ടില്ല. സോറി. അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? നേരിട്ട് ഇരുന്ന് സംസാരിച്ചതല്ലേ. എന്നിട്ട് അയ്യോ മുഴുവൻ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അത് കാണാത്തോണ്ടാണ് ഇന്ന് നേരിട്ടിരുന്ന് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഇരുന്നിട്ട് ക്യാമറ അവിടെയാണുള്ളത്, ഞാൻ ഇവിടെ ഫ്രണ്ടിലാണ്, മുമ്പിലാണ് ഇരിക്കുന്നത്. എല്ലാ സമയവും അവിടെയാണ് ലുക്ക്. ഓക്കെ, സോ ഇത്ര പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു മുഖം വീണ്ടും സ്ക്രീനിലേക്ക് എത്തുകയാണ്. തഗ് CR 143/24 എന്ന ചിത്രത്തിലൂടെ. ഞാൻ കറക്റ്റ് ആയിട്ട് ടൈറ്റിൽ പറഞ്ഞില്ലേ, അത് നോക്കാണ്ട് പറഞ്ഞു ഞാൻ തെറ്റും, അതാണ് ഞാൻ CR 143/24 എന്തോ അൺലോഫുൾ അസോസിയേഷൻസിന് അഗൻസ്റ്റ് ഉള്ള ഒരു ലോ ആണ് അല്ലേ? അല്ല, അതൊരു കേസ് നമ്പർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ ഒരു കണക്ഷൻ ഞങ്ങൾ ഇൻഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാം. വീണ്ടും കാണാൻ പറ്റിയതിലും ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ ഈ മലയാളികൾക്ക് നിങ്ങളെ വീണ്ടും കാണാൻ ഇഷ്ടമുണ്ട്. തുടരും ശോഭന ലാലേട്ടൻ വന്നെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ശ്രീദേവിനെ സണ്ണിനെ അവരായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിട്ടോ. അപ്പം എനിവേ തഗ്ഗിന് ഓൾ ദ വെരി ബെസ്റ്റ് നേരുകയാണ്. ജൂൺ 6 സിനിമ തിയേറ്റേഴ്സിൽ റിലീസ് ആവുന്നതായിരിക്കും. സോ ഗോ വാച്ച് ഇൻ യുവർ നിയറസ്റ്റ് തിയേറ്റേഴ്സ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു മാം.